ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ കൂറ്റൻ വിജയം ആവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. ഇത്തവണ 20-ൽ 20 നേടുമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. കോൺഗ്രസിന് വേണ്ടി തന്ത്രങ്ങൾ മെനയാൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനുകുലുവിനെ ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രത്യേക സർവേകളും നടക്കുന്നുണ്ട്. മറുവശത്ത് LDF ആകട്ടെ എന്തു വില കൊടുത്തും സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഇത്തവണ LDFന് സംസ്ഥാനത്ത് നിരാശപ്പെടേണ്ടി വരുമെന്നാണ് മനോരമ ന്യൂസിന്റെ അഭിപ്രായ സർവേയിലെ കണ്ടെത്തൽ. 20 സീറ്റിൽ വെറും 3 മാത്രമാണ് LDFന് സാധ്യത പ്രവചിക്കുന്നത്. UDF 17 വിജയിക്കുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. UDFന് കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, പൊന്നാനി, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വ്യക്തമായ മുൻതൂക്കമാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ ആലപ്പുഴ മാത്രമായിരുന്നു LDFന് ലഭിച്ചത്. മാവേലിക്കരയിലാണ് ഇക്കുറി LDFന് മുൻതൂക്കം പ്രവചിക്കുന്നത്. പാലക്കാട്, വടകര മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുമെങ്കിലും LDFന് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതേസമയം ഇത്തവണ 5 മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടത്തിന് വഴിയൊരുങ്ങുമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂർ, ആലത്തൂർ, തൃശൂർ, പത്തനംതിട്ട, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് പോരാട്ടം കടുക്കുക. ഇതിൽ ആറ്റിങ്ങൽ, തൃശൂർ, പത്തനംതിട്ട മണ്ഡലങ്ങൾ BJPയുടെ A+ കാറ്റഗറി സീറ്റുകളാണ്. തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ ഇറക്കി പ്രവർത്തനം BJP ശക്തമാക്കിയിരുന്നു. സുരേഷ് ഗോപിയിലൂടെ മണ്ഡലം പിടിക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ആറ്റിങ്ങലിൽ V മുരളീധരനായിരിക്കും BJP സ്ഥാനാർത്ഥിയെന്നാണ് റിപ്പോർട്ടുകൾ. പത്തനംതിട്ടയിൽ PC ജോർജിനായിരിക്കും BJP മത്സരിപ്പിച്ചേക്കുക. ഏതായാലും സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമാവുമെന്ന് കാത്തിരുന്നു കാണാം.